Sir, please, sir, വളരെ അത്യാവശ്യം സർ, 1000 rupees ഗൂഗിൾ പേ ചെയ്താൽ മതി സാർ, ക്യാഷ് ഓൺ തന്നാൽ മതി സാർ, വളരെ അത്യാവശ്യം സാർ. എന്റെ വൈഫിനെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തു സാർ, തട്ടിക്കൊണ്ട് പോയി സാർ. എനിക്ക് ചേസ് ചെയ്ത് പിടിക്കണം, എന്റെ വണ്ടിയിൽ പെട്രോൾ, ബൈക്കിന് പെട്രോൾ തരും സാർ, അതുകൊണ്ട് വളരെ അത്യാവശ്യമാണ്. എന്റെ ഭാര്യ ഒരു തട്ടിക്കൊണ്ട് പോയി ബലാത്സംഗം അവർ കടലിറങ്ങി, അത് മീൻ തിന്നു സാർ, എനിക്ക് മീൻ തിന്നു ഇഷ്ടമല്ല സാർ. എന്റെ ഭാര്യയാണ് സാർ, പ്ലീസ് ഹെൽപ്പ് മീ, ഇറ്റ് ഈസ് എമർജൻസി സിറ്റുവേഷൻ. ഇങ്ങനെയാണോ ഈ പെട്രോൾ അടിച്ചിട്ട് പോയാണോ താൻ? എടോ ഇത് പെട്രോൾ സാർ, എന്റെ ബൈക്കിന് നല്ല മൈലേജ് സാർ, നല്ല പവർ സാർ, ഞാൻ ഓടിച്ചിട്ട് പിടിച്ചോളാം സാർ. സംസാരിച്ച സമയങ്ങളിൽ സാർ അത്യാവശ്യമാണ്. കാരണം ഇപ്പൊ ഒരു വൈഫിനെ ചിലപ്പോൾ ഒരു ബലസന്ധി തുടങ്ങി ഒരു സാരി വലിച്ചു കീറി കാണാൻ സാർ, ടൈം പോകുന്നു സാർ, വളരെ അത്യാവശ്യമാണ് സാർ. ബൈക്കിന് പെട്രോൾ engineer, I was working in a city board and I lose my job and my mother is alone sir. Sir, വീട്ടിലാകെ പ്രശ്നമാണ്, പ്രോബ്ലംസ് ആണ് സർ. എന്തിനാണ് പെണ്ണ് കിട്ടിയത്? ആണല്ലേടോ സർ? പ്ലീസ് ജെൻഡർ സേവിംഗ് ചെയ്യരുത് സാർ, ഇങ്ങനെ അവസരത്തിൽ ജെൻഡർ സേവിംഗ് ചെയ്ത് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് സാർ. പ്ലീസ് 1000 രൂപ തരും, ഞാൻ ജീപ്പ് ചെയ്തേക്കാം പ്ലീസ്. വണ്ടി കയറി നമുക്ക് പോകാൻ. കാറിൽ പോയാൽ ഒരു ചീസ് കിട്ടില്ല സാർ, ഇടവഴി കീഴ് പോകും. എനിക്കറിയാം അവർ ഇങ്ങോട്ട് പോകുന്നു, ബലസംഗം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. അവിടെ ചെന്ന് ബലസംഗം ചെയ്ത് അവരിപ്പോ കൊന്ന് ആ പീസാക്കി കടലിൽ സാർ, ഉറപ്പാണ് സാർ. സാർ വാർത്തകളൊക്കെ വായിക്കുന്നില്ല മനുഷ്യനാണോ ഇങ്ങനെയൊക്കെ? സ്പീഷീസ് സേവിംഗ് ആണ്, സ്പീഷീസ് സേവിംഗ് ചെയ്ത് സാർ. ഇസ് ഗ്ലോബലി ഇന്റർനാഷണലി ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇന്റർനാഷണൽ ലെവൽ ഓഫ് ഡിഗ്രേഡിംഗ് ആൻഡ് പീപ്പിൾ ഓഫ് ടു മച്ച് പ്രോബ്ലംസ് ആൻഡ് ദിസ് ഈസ് പൊളിറ്റിക്കൽ ഇന്റർനാഷണൽ സംസാരിക്കാൻ എനിക്ക് വയ്യ സാർ. ഇത് പറ്റില്ല, സമയമില്ല സാർ, പ്ലീസ്. അടുത്ത ഇതുപോലത്തെ വീഡിയോ വരാൻ പോകുന്നത് പോലീസുകാരെ പറ്റിയാണ് കേട്ടോ. ഞാനിത് പറയാൻ കാര്യം, പോലീസുകാർ റോഡിൽ നിന്ന് ചുമ്മാ ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. എവിടെ തിരിഞ്ഞാലും ഇപ്പൊ പോലീസുകാർ രാവിലെ ലിഫ്റ്റ്, വൈകിട്ട് ലിഫ്റ്റ്, ഉച്ചയ്ക്ക് ലിഫ്റ്റ്. ഇത് മോശമാണ് സത്യം പറഞ്ഞാൽ. ഇവർക്ക് ബസ്സിനോ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ കൺസെഷനൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ, ഗവൺമെന്റ് ജോലിക്കാരല്ലേ. അപ്പൊ ഇങ്ങനെ നാട്ടുകാരുടെ മൊത്തം ലിഫ്റ്റ് അടിക്കാൻ നിൽക്കുന്നത് ഒരു ഭയങ്കര നാണം കെട്ട ഇടപാടാണ്. അതിന്റെ ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കൊണ്ടുപോകാനും പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഇവരിങ്ങനെ വഴി നിന്ന് ഒത്തിരി പേരോട് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു ലിഫ്റ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ പോലീസുകാരൻ ഒരു 10 പേരോടോ 15 പേരോടൊക്കെ ചോദിച്ചാലേ കയറ്റുന്നുള്ളൂ. അത് ഈ മറ്റേ എന്താ പറയണ്ടേ, ട്രാഫിക്കിലൊക്കെ നിൽക്കുന്നവരായിരിക്കാം, അധികം വലിയ ഗ്രേഡുള്ള പോലീസുകാരൊന്നും അല്ല, PC-കളാണ്. അവര് ചില പൈസ കുറവ് കൊണ്ടായിരിക്കാം, എങ്കിൽ പോലും അതിനെ ഒന്ന് നോക്കി മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും. ഇത് പോലീസ് ഉദ്യോഗസ്ഥർ അറിയുന്നത്, മേലുദ്യോഗസ്ഥർ ഇത് അറിയണം. കാരണം അത് ഭയങ്കര നാണം കെട്ടൊരു നിപ്പാണ് നിൽക്കുന്നത്. കുറെ പേര് ഒഴിവാക്കി ഇപ്പൊ ഒരു കോമഡി പീസ് പോലെ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പലരും പറയുന്നുണ്ട് ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ, ഇവരെന്താ ഇങ്ങനെ, ഇവർക്ക് ബസ്സേ കയറി പോയിക്കൂടെ, ഇവരെല്ലാം എന്താ, ഇവർക്ക് ശമ്പളം ഇല്ലേ? ഇവർക്ക് ഈ വേഷം കെട്ടി നിൽക്കുമ്പോഴേ, പോലീസ് വേഷത്തിൽ നിന്നുകൊണ്ട് ഇത്രയും പബ്ലിക്കിനെ കെഞ്ചുന്ന പോലെ ഇതേപോലത്തെ ഒരു അവസ്ഥയായി. ഇതുപോലെ അല്ല എങ്കിൽ പോലും ഞാൻ പറയാം, ഒരുമാതിരി അത് വളരെ വൃത്തിയായിട്ടൊരു കാഴ്ചയായി പോയി. ഇതുപോലത്തെ സ്കാമൊന്നും അല്ല ഞാൻ പറയുക. ഇതുപോലെ ഇയാൾ ഒരു രാത്രി 12 മണിക്ക് എന്നോട് അടുത്ത് വന്നിട്ട് പറഞ്ഞു അവന്റെ അമ്മ മരിച്ചുപോയി. ഞാനിങ്ങനെ കുറെ നേരം ഇതൊക്കെ കേട്ടോണ്ടിരുന്നു. ഞാൻ പിന്നെ 500 രൂപ കൊടുത്തു. ഇത്രയും കഥ പറഞ്ഞുകൊണ്ട് നല്ല രസമുണ്ട്. അന്ന് അമ്മ മരിച്ചു, അപ്പൊ അത് കാരണം പോകണം, എഞ്ചിനീയറാണ്, ജോലി നഷ്ടപ്പെട്ടു, ആ ജോലി കിട്ടിയ ഉടനെ പൈസ തിരിച്ചിട്ടേക്കാം, ഗൂഗിൾ പേ നമ്പറിലേക്ക് മിസ് കോൾ ചെയ്തേക്കാൻ ഫോണിലോട്ട് അയാളെ നമ്പറൊക്കെ തന്നു. എന്നിട്ട് 12 മണിയായപ്പോ എന്തിനാണെന്നറിയത്തില്ല അടിച്ച് നല്ല സെറ്റ്. ഇവര് പെരുപ്പായിരിക്കും കൂടുതൽ വരും ഈ ഇങ്ങനത്തെ പരിപാടിക്ക് വരുന്നവരെ. കള്ളുടിക്കാനാ, ആൽക്കഹോളിക്സിന് കാശില്ലാതായി കഴിഞ്ഞാൽ ഉള്ളൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കഞ്ചാവടിക്കാരൊന്നും അല്ല, കള്ളുടിയന്മാര്. ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയാ, സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ നിലനിർത്താൻ വേണ്ടി, അല്ല കേരളത്തിന്റെ എന്താ പറയണ്ടേ, ഇവിടുത്തെ ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പാതിരാത്രിയും പണിയെടുക്കുന്ന ചില ആളുകളെയാണ് നിങ്ങൾ സ്കാമാണ്, മറ്റാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് അവമാനിച്ചത്. സുഹൃത്തുക്കളെ, ഇത്തരം വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവർക്കുമുണ്ട് കുടുംബം, അവർക്കുമുണ്ട് അന്തസ്. അങ്ങനെ ഷെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിവർത്തിയിട്ടുണ്ടല്ലേ, അതും കള്ളു കുടിക്കാനല്ലേ, വെറുതെ ആണോ? ഫുഡ് പോലും കഴിക്കണമെന്നില്ല അവർക്ക്, കള്ളു കുടിച്ചാൽ മതി. അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും?